മലപ്പുറം അരീക്കോട് കിണറ്റിൽ വീണ ആനയെ കാട് കയറ്റാനുള്ള ശ്രമം പുനരാരംഭിച്ചു. ദൌത്യസംഘത്തിൽ വനം വകുപ്പിന്റെ 60 അംഗങ്ങൾ. ദൌത്യം 2 മണിക്കൂർ കൂടി നീളും. മണ്ണുമാന്ത്രി യന്ത്രം ഉപയോഗിച്ചാണ് ആനയ്ക്ക് വഴിയൊരുക്കുന്നത്. KT സ്വാലിഹ് വിവരങ്ങൾ നൽകാനുണ്ട്. സാലിഹ്, ഈ ശ്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? അന്ന, ഒരു പകൽ മുഴുവൻ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് ദൌത്യം പുനരാരംഭിക്കാൻ സാധിച്ചത്. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനെ ഉൾവനത്തിലേക്ക് കൊണ്ടുവിടണം, മറ്റൊരു വനത്തിലേക്ക് കൊണ്ടുവിടണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ആനയുടെ നില പരിഗണിച്ച അവശനിലയിലാണുള്ളത്. അതുകൊണ്ട് മയക്കുവെടി വെക്കാൻ സാധിക്കില്ല എന്ന സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. തുടർന്നാണ് ഇപ്പോൾ ആനയെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വഴിയൊരുക്കി പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതിനുശേഷം കുങ്കിയാനകളെ ഉപയോഗിച്ച് ഉൾവനത്തിലേക്ക് കയറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിൽ തന്നെയായിരുന്നു ഇന്ന് പകൽ മുഴുവൻ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ കിണറിന്റെ ഉടമ സണ്ണിക്ക് 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്നും വനം വകുപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതെ സ്വാലിഹ്, ഈ ആദ്യഘട്ടത്തിൽ മയക്കുവെടി വെക്കണമെന്ന ആവശ്യങ്ങൾ ഉയർന്നുവരുന്നെങ്കിലും അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നതാണ്. ഇനിയുള്ള ശ്രമങ്ങൾ എങ്ങനെയായിരിക്കും? എത്ര മണിക്കൂർ നീണ്ടു നിന്നേക്കും ഈ ദൗത്യം എന്നൊരു കണക്കുകൂട്ടലുകൾ ഉദ്യോഗസ്ഥർക്കുണ്ടോ? വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഏതാണ്ട് ഒരു 2 മണിക്കൂറിനകം ആനയെ പുറത്തെത്തിക്കാൻ സാധിക്കും. അതിനുശേഷം ഇന്ന് രാത്രി RRT സംഘത്തിന്റെ നിരീക്ഷണത്തിൽ തന്നെ ആന തുടരും. നാളെ രാവിലെ കുങ്കിയാനകളെ എത്തിച്ച് ഉൾവനത്തിലേക്ക് കയറ്റുകയാണ് ലക്ഷ്യമിടുന്നത്. അന്ന, സ്വാലിഹ്, ആനയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള ഉദ്യോഗസ്ഥരുടെ വിവരം എന്താണ്? ഏതാണ്ട് 1 മണിക്കൂർ ഇടവിട്ട് തന്നെ ആനയെ പരിശോധിച്ചു വരികയായിരുന്നു. നമുക്കറിയാം, ഇന്നലെ രാത്രി 1 മണിയോടെയാണ് ഇത് അപകടത്തിൽപ്പെടുന്നത്. അതിനുശേഷം വലിയ വിസ്താരമില്ലാത്ത കിണറാണ്, പക്ഷെ 25 അടി താഴ്ചയുണ്ട്. ആരോഗ്യനില അവശ നിലയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് വനം വകുപ്പ് നിരീക്ഷിക്കുന്നത്. ഉച്ചവരെയൊക്കെ വലിയ ഉന്മേഷം ആനയ്ക്ക് ഉണ്ടായിരുന്നു. പുറത്ത് ചാടാനുള്ള ശ്രമമൊക്കെ ആന നടത്തിയിരുന്നു. പിന്നീട് അതിന്റെ തോത് കുറഞ്ഞു വന്നു. അതുകൊണ്ട് തന്നെ ആന അവശ നിലയിലാണ് എന്ന ഒരു ആശങ്ക പൊതുവിലുണ്ട്. ഇതേ തുടർന്നാണ് ഇപ്പോൾ മയക്കുവെടി വെക്കേണ്ടതില്ല, കരയ്ക്ക് പുറത്തെത്തിച്ചതിന് കിണറിന് പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷവും മയക്കുവെടി വെക്കാൻ സാധിക്കില്ല എന്ന ഒരു നിഗമനത്തിൽ വനം വകുപ്പ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി RRT സംഘം ആനയെ നിരീക്ഷിക്കും. ഇത് ജനവാസ മേഖലകളിലേക്കൊക്കെ ഇന്ന് രാത്രി ഇത് കടന്നു കയറാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട് പട്രോളിംഗ് നടത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ ഇതിനെ ഉൾവനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമം നടത്തും. അന്ന, അതെ സ്വാലി, ആനയെ സ്ഥലത്തു നിന്ന് മാറ്റുന്നതിലും മയക്കുവെടി വെക്കുന്നതിലുമൊക്കെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അത് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ വിധത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത്. സ്വാലി ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ അവിടെ നിന്ന് കൃഷിയിടത്തിലേക്കും ജനവാസ മേഖലയിലേക്കും ഒക്കെ ആന ഇന്ന് നീങ്ങുന്ന ഒരു ഘട്ടമുണ്ടായാൽ അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഇത് കൂടുതൽ ജനവാസ മേഖലകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത, പ്രത്യേകിച്ച് ഇതിന്ന് പകൽ മുഴുവൻ ഈ കിണറിനകത്ത് കിടന്നതാണ്. ഇതിന്റെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവാം എന്ന് വനം വകുപ്പ് കരുതുന്നു. അങ്ങനെയെങ്കിൽ ഇത് വീണ്ടും ജനവാസ മേഖലകളിലേക്ക് കയറുകയോ അക്രമം കാണിക്കാനുള്ളയോ ഒക്കെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് RRT സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരിക്കും ആന ഇന്ന് എന്ന് ഉറപ്പുവരുത്തുന്നത്. വനത്തിന്റെ ഭാഗത്തേക്ക് കയറുന്ന ഉടനെ തന്നെ ഈ വനത്തിനോട് ചേർന്ന ഭാഗത്തേക്ക് ആനയെ മാറ്റും. അതിനുള്ള ക്രമീകരണങ്ങളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുണ്ട്. മറ്റൊരു ഭാഗത്തെ ലൈറ്റൊക്കെ വെച്ച് ഇതിന് ഇത്തരത്തിൽ ആന മുകളിലേക്ക് പോകാനുള്ള ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. ആനയെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ പെരുമാറരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിരോധനാജ്ഞ മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമീപത്തെ വീടുകളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതെ, വിദഗ്ധ സംഘം ഇവിടെ തുടരുന്നുണ്ടോ? ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഉള്ളത്? DFOയുടെ നിർദ്ദേശപ്രകാരം വിദഗ്ധ സംഘം രാവിലെ അവിടെ സന്ദർശനം നടത്തിയിരുന്നു, പരിശോധന നടത്തുകയൊക്കെ ചെയ്തിരുന്നു. കിണറിന്റെ വശങ്ങൾ ഇടിച്ച് ആനയെ പുറത്തെത്തിക്കുക, മയക്കുവെടി വെക്കുക എന്നതൊക്കെയായിരുന്നു ആദ്യം തീരുമാനമുണ്ടായിരുന്നത്. ഇപ്പോൾ മണ്ണുമാന്ത്രി യന്ത്രം ഉപയോഗിക്കുന്നുവെങ്കിൽ അതിന്റെ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? അതായത് കിണർ ഇടിച്ച് പുറത്തേക്ക് കടത്താനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തുടങ്ങിയിട്ടുണ്ടോ? മണ്ണ് യന്ത്രം ഉപയോഗിച്ച് മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് പകുതിയോളം പൂർത്തിയായിട്ടുണ്ട്. ഇനി കിണറിൽ നിന്ന് ഏതാണ്ട് 1 മീറ്റർ മാറിയാണ് ഈ കുഴി എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ആനയെ പിന്നീട് കയറ്റാനുള്ള ശ്രമമായിരിക്കും നടത്തുക. നിലമ്പൂർ DFOയുടെ നോർത്ത് DFO കാർത്തികിന്റെ നേതൃത്വത്തിൽ തന്നെയാണ്
വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത്. അതോടൊപ്പം തൃശ്ശൂരിൽ നിന്നും വയനാട്ടിൽ നിന്നും പ്രത്യേക ദൗത്യ സംഘം എത്തിയിട്ടുണ്ട്. ഇവർ 60 പേരാണ് ഈ സംഘത്തിലുള്ളത്. ഇവരുടെ പൂർണ്ണ നിരീക്ഷണത്തിലായിരിക്കും ആന ഉണ്ടാവുക. ശരി, മലപ്പുറം അരീക്കോട് കിണറ്റിൽ വീണ ആനയെ കാട് കയറ്റാനുള്ള ശ്രമം പുനരാരംഭിച്ചിട്ടുണ്ട്. മയക്കുവെടി വെക്കുന്നത് എന്ന ആവശ്യങ്ങൾ ആദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ആനയ്ക്ക് വഴിയൊരുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആ നീക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.